എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പ്രഹരീസ് കെയർ. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുകയാണ്. ആൻ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ഫ്രം പാകിസ്ഥാൻ. ഗോബർ ടാക്സ്. വാട്ട് ഈസ് ഗോബർ? കൗഡങ് ടാക്സ്, അതായത് ചാണക നികുതി എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ വിളിക്കാവുന്ന ഗോബർ ഗ്യാസ് കൊണ്ടുവന്നിരിക്കുകയാണ്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രോവിൻസിൻ്റെ ചീഫ് മിനിസ്റ്ററായ മറിയം ഷെരീഫിൻ്റെ പുതിയ ഒരു ഭരണ പരിഷ്കാരമായിട്ടാണ് നമുക്ക് ഗോബർ ഗ്യാസിനെ കാണേണ്ടത്. ഗോബർ ഗ്യാസ് ഉണ്ടാക്കുന്ന ഈ ചാണകം, അതിന് ടാക്സ് നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതെത്രയാണെന്നോ? പെർ ഡേ പെർ കൗ 30 പാകിസ്ഥാൻ റുപ്പീസ്. ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്? ടോട്ടൽ 168 ഈ ഫാമിംഗ് സെക്ടറിലാണ് ഇവർ ഈ ഗോബർ ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 168 ഡെസിഗ്നേറ്റഡ് cattle colonies across the Punjab province, including major areas in Lahore like Harbanspura and Gujarpura. ഇതവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റിനൊക്കെ കാരണമായിരിക്കുകയാണ്. ബിക്കോസ് അവർ വളർത്തുന്ന കാറ്റിൽസിൻ്റെ അതിൻ്റെ ചാണകത്തിന് പോലും അവർക്ക് അവകാശമില്ല, അല്ലെങ്കിൽ ചാണകത്തിന് പോലും ടാക്സ് കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുകയാണ് ആ ഒരു രാജ്യത്തിന്. ഇതിന് ബേസായി വന്ന കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ഫ്യൂവൽ പ്രൈസ് കൂടി. അതായത് പെട്രോളിനും ഡീസലിനും ഒരുപാട് വർദ്ധിച്ചു പൈസ. നമ്മളിങ്ങനെ ഇവിടെ നമ്മൾ സ്കേഴ്സിറ്റിയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ ഫ്യൂവൽ ചാർജ് കൂട്ടിയില്ല. ഭാവിയിൽ കൂട്ടത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ മിഡിൽ ഈസ്റ്റിലെ വാറ് ഏത് ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷമാണ്. ഫ്യൂവൽ പ്രൈസ് ഇൻ പാകിസ്ഥാൻ, അതായത് 43% ഹൈക്ക് ഇൻ ഓഫ് പെട്രോളിന് 43% ഹൈക്ക് കൂടിയിട്ട് 458 രൂപ 41 പൈസ. പാകിസ്ഥാൻ റുപ്പീസിൽ 458 റുപ്പീസ് ആൻഡ് 41 പൈസ. അതുപോലെ 55% ഹൈ സ്പീഡ് ഡീസലിന് കൂടിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് പെർ ലിറ്റർ റുപ്പീസ് പാകിസ്ഥാൻ റുപ്പി 520 ആൻഡ് 35 പൈസ. 458 പെട്രോളിനും 520 ഹൈ സ്പീഡ് ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ വർദ്ധിപ്പിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു 80 റുപ്പീസ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു 43% കൂട്ടിയിട്ട് പിന്നെ അതിൽ നിന്ന് ഒരു 80% ആദ്യം കൂട്ടുക കണ്ടമാനം, എന്നിട്ട് 80 രൂപ കുറച്ചു. അപ്പോൾ ആളുകൾക്ക് തോന്നുന്നു എന്തെങ്കിലും കുറച്ചല്ലോ. എന്നാൽ അവരുടെ ആ സ്കേഴ്സിറ്റി ഓഫ് പെട്രോൾ ആൻഡ് ഡീസൽ, അതുപോലെ ഇത്രയും പൈസ കൂടി ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷനുള്ള രാജ്യമാണ്. അങ്ങനെ ആകെ മൊത്തം പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്തു? ഗ്യാസും ഇല്ല. അപ്പോൾ ആളുകൾ ഈ ഗോബർ ഗ്യാസിൻ്റെ ഇന്ധനത്തിലേക്ക് തിരിച്ചു വന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഗോബർ ഗ്യാസ് വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കേക്ക് പോലെ ഉണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ കൗഡങ് കേക്ക് എന്നൊക്കെ പറയുമല്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് അത് ഭിത്തിയിൽ ഒട്ടിച്ച് ഉണക്കും. വളരെ ഭംഗിയായിട്ട് ഉണക്കും. അതിട്ട് റൊട്ടി ഉണ്ടാക്കാൻ ഇതുകൊണ്ട് കത്തിക്കാൻ ഉപയോഗിക്കും, പാചകത്തിന് ഉപയോഗിക്കും. അവർ ഔട്ട്സൈഡ് ഓഫ് ദി ഹൗസാണ് ചെറിയൊരു കുക്ക് ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് ഇതെല്ലാം ചെയ്യുക. അപ്പോൾ ചാണകത്തിൻ്റെ ആ ഒരു കേക്ക്, ഗോബർ കേക്ക് കൊണ്ട് കത്തുന്ന അടുപ്പിൽ ഉണ്ടാക്കിയ ഭക്ഷണ പദാർത്ഥങ്ങൾ സ്വാദിഷ്ടമാണെന്നൊക്കെ അവിടുത്തെ ലോക്കൽ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹരിയാനയിലും UP-യിലൊക്കെ ഇഷ്ടംപോലെ അങ്ങനെ കാണുന്നതാണ് അവർ. പക്ഷെ ആ ഒരു സിറ്റുവേഷനാണ്, കാരണം പഞ്ചാബിനടുത്ത് കിടക്കുന്ന സ്ഥലമാണല്ലോ ഈ ലാഹോർ ഏരിയ. അപ്പോൾ പഞ്ചാബ് പ്രോവിൻസിൽ അവരതാണ് അഡോപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇവർ പറഞ്ഞു ഗ്യാസിനും ഗ്യാസ് ഇവർ തീരെ ഉപയോഗിക്കും. അപ്പോൾ ഗ്യാസിൻ്റെ പ്ലേസിൽ, അതായത് ഗ്യാസിൻ്റെ സ്ഥാനത്ത് ഇവർ ഗോബർ ഗ്യാസ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനും ടാക്സ് വേണം. അതാണ്
പാകിസ്ഥാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു വിചിത്രമായ വാദം. യെസ്, ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. അടുത്തതായിട്ട് നമുക്ക് വേറെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസാണ് പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ ബംഗ്ലാദേശ് അതിർത്തി, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡേഴ്സ്, ലാൻഡ് ബോർഡറാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ആ ബോർഡറിൻ്റെ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ 4096 കിലോമീറ്റേഴ്സ് ലെങ്ത്താണ് ആ ബോർഡറിന്. ഇറ്റ് ഈസ് എ വാസ്റ്റ് ഏരിയ ആൻഡ് കംപ്ലീറ്റ് ബംഗ്ലാദേശ് ബോർഡറിൽ BSF is deployed. ഈ ഔട്ട് ഓഫ് ദിസ് 4096 കിലോമീറ്റേഴ്സ് ബോർഡർ, 175 കിലോമീറ്റേഴ്സ് ബോർഡേഴ്സ് സ്റ്റിൽ അൺഫെൻസ്ഡാണ്. ഇതുവരെ വേലി കെട്ടാൻ പറ്റാത്ത ഒരു പ്രദേശമായിട്ട് 175 കിലോമീറ്റർ ദൂരം ഇപ്പോഴുണ്ട്. അത് വേലി കെട്ടാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടല്ല, പക്ഷെ അവിടെ റിവറിൻ ഏരിയ ആണ്, ഒരുപാട് റിവേഴ്സുണ്ട്. അതുപോലെ തന്നെ പത്മ നദിയൊക്കെ വരുന്നതാണ്. നമ്മളൊക്കെ അതിൻ്റെ ബോർഡറിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ ഈ നദി ഒഴുകുന്നുണ്ട്. പകുതി ഇമാജിനറി ബോർഡർ, പകുതി നദി നമ്മുടെ ബംഗ്ലാദേശിൻ്റെ, അങ്ങനെയൊക്കെ സീനുണ്ട്. അത് നല്ല ഇൻട്രസ്റ്റിംഗ് സ്ഥലങ്ങളാണ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ 175 കിലോമീറ്റർ ഇങ്ങനെയുള്ള, പിന്നെ കുറേ മാർഷസ്, ചതുപ്പ് നിലം നമ്മൾ പറയുന്ന അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ പ്രാക്ടിക്കലി നമുക്ക് ഫെൻസിങ് സ്ഥാപിക്കാൻ പറ്റാത്ത ഏരിയയാണ്. ആ ഏരിയയിൽ ഈ വെള്ളത്തിലൂടെയൊക്കെ നുഴഞ്ഞ് കയറിയ ഇഷ്ടംപോലെ നുഴഞ്ഞ് കയറ്റക്കാർ വരുന്നുണ്ട്. ഇല്ലീഗൽ എൻട്രൻസ്. ഇവരെ പിടിക്കാനുള്ള ഒരുപാട് നമ്മൾ പിടിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ നമ്മുടെ ഫെൻസിങ് ഇല്ലാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട്, അതിൻ്റെ ഒരു മറവിൽ ഇവർ കയറി വരുന്നുണ്ട്. അപ്പോൾ പുതിയൊരു ഐഡിയ റീസെൻ്റ്ലി BSF ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ഡിസ്കഷൻ നടന്നിരിക്കുകയാണ്. അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം സ്നേക്സ് ആൻഡ് ക്രോക്കഡൈൽസ്, അതായത് പാമ്പുകളെയും മുതലകളെയും വളർത്തുക. എന്നിട്ട് ഒരാൾക്കും അതിലെ ക്രോസ് ചെയ്യാൻ പറ്റാത്ത ഈ അത്രയും ഇവരുടെ വളർത്തിക്കഴിഞ്ഞാൽ ഈ നുഴഞ്ഞ് കയറ്റക്കാർ വരത്തില്ലത്. ഇതെത്ര പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നോ. പക്ഷെ അത് വളരെ നല്ലൊരു സംഭവമാണ്. ഞാൻ ഒറീസയിൽ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്, ഒരു റിവറിൽ. അതിലെന്ന് പറഞ്ഞാൽ ഈ കല്ലെല്ലാം കിടക്കൂലേ നമ്മുടെ ഈ നദിയിൽ, അതുപോലെ മുതലകളാണ്. എവിടെ നോക്കിയാലും മുതലകളാണ്. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ടച്ച് ചെയ്യുമ്പോഴേക്കും നിങ്ങളെ ആക്രമിക്കും വരും. അത് ഭയങ്കര സംഭവം. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അതുപോലുള്ള ക്രോക്കഡൈൽസിനൊക്കെ അവിടെ വിടുകയാണ്. അതുപോലെ ലോട്ട് ഓഫ് സ്നേക്സ്, ഒന്നോ രണ്ടോ ആൾക്ക് കടിയേറ്റാലും ഒന്നോ രണ്ടോ ആളെ ക്രോക്കഡൈൽ ആക്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള ഒരുപാട്, ടു സം എക്സ്റ്റെൻറ്റ് വി ക്യാൻ പ്രിവെൻറ്റ് ദി ഇൻട്രൂഡേഴ്സ്, നുഴഞ്ഞ് കയറ്റക്കാരെ, സ്മഗ്ലേഴ്സിനെ, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പുതിയൊരു പ്രപ്പോസൽ വന്നിരിക്കുകയാണ്. വിച്ച് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. എ കമ്മിറ്റി ഈസ് സെറ്റപ്പ് ഫോർ ഗെറ്റിംഗ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി പ്രപ്പോസൽ. ഇതൊരു അൺകൺവെൻഷണൽ മെത്തേഡാണ്, ബട്ട് ടു പ്രിവെൻറ്റ് ഇല്ലീഗൽ ക്രോസിംഗ് ആൻഡ് സ്മഗ്ലിംഗ്. ഇറ്റ് ഈസ് എ ഗുഡ് മൂവ് ഐ തിങ്ക്. പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ജിയോഗ്രഫി, അവിടുത്തെ ആ ടെറൈൻസിനെ നമ്മൾ അറിയുന്നതുകൊണ്ട് പറയുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി എഫക്റ്റീവ് ഐ തിങ്ക്. നാച്ചുറൽ ഡിറ്ററൻസ് ആണ് ഇത്. നാച്ചുറൽ ഡിറ്ററൻസ് ആണ്, സച്ച് ആസ് സ്നേക്സ്, ക്രോക്കഡൈൽസ്. അത് നമ്മുടെ ആളുകളെയും കൊത്താൻ ചാൻസ് ഉണ്ട്. അതിനൊരു ഉള്ള ഒരു റെമഡി എടുത്തിട്ട് ഇത് ചെയ്യുള്ളൂ എല്ലാവരും. ഓക്കെ, ലാസ്റ്റ് ജനുവരി BSF ക്യാപ്ചേർഡ് എ ഗോൾഡ് സ്മഗ്ലർ. ഈ ഏരിയയിൽ നിന്ന് നമ്മളൊരു ഗോൾഡ് സ്മഗ്ലറെ അറസ്റ്റ് ചെയ്തിരുന്നു വിത്ത് ഗോൾഡ് വർത്ത് more than 1 crore rupees. Many places smugglers attacked the BSF. ഈ സ്മഗ്ലറുടെ ആളുകൾ BSFനെയും അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പത്തിൽ വരുന്ന കാര്യങ്ങളാണ്. ഇങ്ങനത്തെ ഒരു ഡിസിഷൻ, കാരണം അത് നമ്മൾ അവരെ എത്ര ശ്രമിച്ചാലും ഈ ലോക്കൽ പോപ്പുലേഷൻ്റെ, ഈവൻ ഇന്ത്യയിലുള്ള ആളുകളുടെയും കൂടി സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ സ്മഗ്ലിങ് ചെയ്യാൻ അത് വാങ്ങിക്കാൻ ഇവിടെ ആൾ വേണമല്ലോ, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ വാങ്ങിക്കാൻ ആളുണ്ടല്ലോ. അപ്പോൾ ബാഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സ്മഗ്ലേഴ്സ് എല്ലാം രണ്ട് സ്ഥലത്തും കാണും.
അപ്പോൾ ഇതൊക്കെ ഓരോരോ മോഡേൺ അൺകൺവെൻഷണൽ മെത്തേഡ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ഐ തിങ്ക്. അതിനിടയ്ക്ക് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് അദ്ദേഹം ഒരു പുതിയൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഈസ് ട്രൈങ് ടു ക്യാരി ഔട്ട് ഫാബ്രിക്കേറ്റഡ് റീസൺസ് ആൻഡ് അറ്റാക്ക് പാകിസ്ഥാൻ. അതായത് കാരണങ്ങൾ ഉണ്ടാക്കി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അതായത് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇന്ത്യയിലെ കസ്റ്റഡിയിലുണ്ട പാകിസ്ഥാനികളെ അവരെ കൊന്നു തള്ളുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ലോക്കൽ ആളുകളെ കൊന്നു തള്ളുന്നു, എന്നിട്ടും അവരുടെ കയ്യിൽ വെപ്പണെല്ലാം കൊടുത്ത് ഇവർ ടെററിസ്റ്റാണെന്ന് പറയുന്നു, പാകിസ്ഥാൻ ടെററിസ്റ്റിനെ ഇങ്ങോട്ട് വിട്ടു എന്ന് പറയുന്നു. എന്നിട്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ 2O നടത്താനുള്ള പരിപാടിയാണ്. അത്യാവശ്യം പേടിച്ചിട്ടാണ് അവർ പറയുന്നത് എന്ന് ഒരു ന്യൂസ് വരുന്നുണ്ട്. അവിടുന്ന് അവരിങ്ങനെ ത്രെട്ടനിങ് ചെയ്യും. എന്നിട്ട് എപ്പോഴെങ്കിലും കയറി എന്തെങ്കിലും ഒരു മിസ്ചീവിയസ് അവർ കാണിക്കും, നമ്മളതിന് മറുപടി കൊടുക്കും, പിന്നെ കിടന്ന് മാപ്പിരക്കാൻ വരും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റ് സംഭവം. സോ ഇതൊക്കെയാണ് പുതിയ പുതിയ ന്യൂസുകൾ. പിന്നെ മിഡിൽ ഈസ്റ്റ് വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒമാൻ ആൻഡ് ഇറാനുമായിട്ട് ഗൾഫ് കൺട്രീസിൽ ഒരു ഇമ്പോർട്ടൻ്റ് രാജ്യമായ ഒമാൻ ഡീറ്റെയിൽ ചർച്ച നടത്തിയിട്ടുണ്ട്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിനെ അവിടുത്തെ സ്തംഭനാവസ്ഥയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഇറാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പാകിസ്ഥാൻ്റെ മീഡിയേഷനൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ റെഡിയാണ് 1-to-1 ടോക്ക് ചെയ്യാൻ. ഇന്ത്യ വന്ന് സംസാരിക്കുകയായിരുന്നെങ്കിൽ ഞങ്ങൾ കേൾക്കുമായിരുന്നു എന്നൊക്കെ അവർ പറയുകയുണ്ടായി. നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രത്യാശിക്കാവുന്നേ ഉള്ളൂ. ട്രംപ് നെക്സ്റ്റ് മൂമെൻറ്റ് ട്രംപ് എന്താ നടത്തുന്നത് നമുക്ക് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇപ്പോഴുണ്ട്. എനിവേ ഒരു വിത്തിൻ 1 week ടൈം ദർ ഹാസ് ടു ബി സം പോസിറ്റീവ് സൈൻസ്. നമുക്ക് അങ്ങനെ പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബൈ.